നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ടവർ മൊമെന്റ് ആണ്. ഇപ്പോഴീ റിലേഷനിൽ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. രണ്ടുപേരും റിലേഷനിൽ നിന്ന് അകന്ന് നിൽക്കുന്ന, ഒരു പ്രശ്നം ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനസ്സിന് അത്രയും ടെൻഷൻ തരുന്നൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഇത്രയും പെട്ടെന്ന് നടന്നേന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ദ എംപറർ എനർജിയാണ് ഈ ഒരു പ്രശ്നം. അതിന്റെ റീസൺ ആയിട്ട് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അവര് ഈ ഒരു പ്രശ്നം നടന്നിട്ടും പ്രശ്നത്തിന് മുൻപാണെങ്കിലും അവരാണ് ശരി, അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് ശരിയുള്ളത്, അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്ന് സമർത്ഥിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല ഈ പ്രശ്നത്തിന്റെ റീസൺ എപ്പോഴും നിങ്ങളാണെന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു ഇമോഷനാണ് ഇവർക്ക് കാണിക്കുന്നത്. മാത്രമല്ല ഇവിടെ സെൽഫിഷ് ആയിട്ടാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നതിന് ഒരു സെൽഫിഷ്നെസ് ആണല്ലോ. അപ്പോൾ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവര്. ആ രീതിയിലാണ് അവർ പെരുമാറുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്കൊരു ഫ്രീഡം തരാതെ നിങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറ്റങ്ങളൊക്കെ നിങ്ങളുടെ മുകളിൽ കെട്ടിവെക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. കുറച്ച് ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന, കുറച്ച് ഡൊമിനൻസി കാണിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. എപ്പോഴും റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. പേഴ്സന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊരു ഫോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള അങ്ങനെ ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ്. ചിലപ്പോൾ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഈ റിലേഷൻ ഉണ്ടാവാം. അപ്പം അത് നിങ്ങൾ ചോദ്യം ചെയ്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ആ ഒരു തെറ്റ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു തേർഡ് പേഴ്സൺ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം അത് നിങ്ങൾ കാരണമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങളാണ് തെറ്റുകാര്, നിങ്ങൾക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നതാണ്, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, നിങ്ങളാണ് ടോക്സിക് എന്നുള്ള രീതിയിൽ എല്ലാ പഴികളും നിങ്ങളുടെ മുകളിൽ ചുമത്തുന്ന രീതിയിലുള്ള ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടൊരു സെൽഫിഷ്നെസ് ആണ് ഈ പേഴ്സണ് കാണുന്നത് കേട്ടോ. അപ്പം ഒരു കംപ്ലീറ്റ് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവര് എന്നുള്ളതാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വാൻസ് എനർജിയാണ്. മാത്രമല്ല ഇവര് ആ ഒരു പിടിവാശിയിൽ നിൽക്കുന്നു. അവരാണ് ശരി എന്നുള്ള ഒരു വാശിയിൽ അവർ നിൽക്കുന്നു. നിങ്ങൾ തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ പിന്നെയും അവർ പറയുന്നതാണ് ശരി എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്ന എനർജിയാണ്. ടു ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾക്കാണെങ്കിൽ ഇവരിങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്താലും ഈ റിലേഷൻ വിട്ടു പോകാൻ പറ്റാത്തൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് തന്നെ വേണം, ഈ റിലേഷനിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഇവരുടെ ഭാഗത്ത് ഇതുപോലെ അവർ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് വേണ്ടാന്ന് വെക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഡിസിഷനിലോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ നിങ്ങൾക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പേഴ്സണോടുള്ളത് കൊണ്ട് തന്നെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്താലും ഇതിൽ നിൽക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 5 ഓഫ് വാൻസ് എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു വഴക്ക്, പ്രശ്നങ്ങൾ ഒക്കെ നടക്കുന്നതാണ്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോട്ട് ഈ റിലേഷൻ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഒരു വാക്ക് തർക്കമൊക്കെ നടന്നിട്ടുണ്ട്, രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതൊക്കെ ഈ റിലേഷൻ, അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രശ്നമായിട്ട് അവർ കാണുകയും നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, നിങ്ങളാണ് തെറ്റായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്, നിങ്ങളാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്.
5 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഇമോഷണലി അത്രയും അറ്റാച്ച്ഡ് ആണ് ഈ പേഴ്സണോടെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻ വിടാൻ പറ്റുന്നില്ല. ഇവിടെ ഇത്രയും നിങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത് വേണ്ടെന്ന് വെക്കാനോ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഈ ഒരു ബിഹേവിയറിൽ നിന്ന് പുറത്ത് കടക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഈ റിലേഷൻ ഒരു ഇമോഷണൽ അഡിക്ഷൻ കാരണം ഇവരിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമൊക്കെ നിങ്ങൾ വേദനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻ വേണം എന്നുള്ള ടെൻഡൻസി തന്നെയാണുള്ളത്. നിങ്ങൾക്കറിയാം ഈ പേഴ്സൺ ഓക്കെ അല്ല, എനിക്ക് ഓക്കെ അല്ല, എനിക്ക് മാച്ച് അല്ല, ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഈ റിലേഷനിൽ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. സ്പേസ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി കുറച്ച് സ്പേസ് വേണം. അവർ കുറച്ച് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കുറച്ച് ഈ റിലേഷനെ കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കണം, ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അവർ സ്പേസ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം ഈ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ മാറി നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. മിസ്റ്റേക്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മിസ്റ്റേക്സ് എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഇവരെപ്പോഴും നിങ്ങളെ ബ്ലെയിം ചെയ്യുമ്പം നിങ്ങളുടെ ഭാഗത്താണ് പ്രശ്നം, നിങ്ങളാണ് പ്രശ്നം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. റിഗ്രറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പേഴ്സൺ ഒരു റിഗ്രറ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇവിടെ ഈ ഒരു ഇത്രയും പ്രശ്നങ്ങളൊന്നും വേണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് ആൻസർ കിട്ടും എന്നുള്ളതാണ്. അതായത് ഇതേക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഈ പേഴ്സണുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനത്തിലോട്ട് എത്തുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് ഇതിലൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്യുന്നത്, എന്താണ് അവരുടെ ഈ റിലേഷനിൽ അവർ എത്രമാത്രം ഇന്റൻസ് ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾക്ക് എന്തുമാത്രം പ്രയോറിറ്റി അവർ തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ റിലേഷൻ നിങ്ങൾ മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂലൈ 1994, പൂയം, തൃശൂർ 1986, ആയില്യം, മകീര്യം, രോഹിണി, എറണാകുളം, ലെറ്ററിയസ്, പാലക്കാട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.